മുക്കം നഗരസഭയിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം വനിതകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. ആകെയുള്ള 34 കൗൺസിലർമാരിൽ 18 പേരും വനിതകളായ മുക്കം നഗരസഭയിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം വനിതകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടികൾ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ചടങ്ങിൽ മുഖ്യാതിഥിയായി. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ രാജ്യം ഇപ്പോഴും ഏറെ പിന്നിലാണെന്ന് അവർ പറഞ്ഞു. ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാൻ പോലും സ്ത്രീകൾക്ക് സാധിക്കാത്ത അവസ്ഥയാണെന്നും വേഷവും രീതിയും മാറിയാൽ ആത്മവിശ്വാസവും വർദ്ധിക്കുമെന്നും അവർ പറഞ്ഞു. കായിക രംഗത്തുൾപ്പെടെ വനിതകൾ വരാത്തതിന് കാരണം സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്നും അത് മാറണമെന്നും വേഷവിധാനത്തിൽ മാറ്റം വന്നാൽ ചിന്താഗതിയും മാറുമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ സ്ത്രീ സൗഹൃദ പദ്ധതികൾ തയ്യാറാക്കാൻ തയ്യാറാവണമെന്നും അവർ ആവശ്യപ്പെട്ടു. സഞ്ജു സാംസനെ പോലെയുള്ളവരൊക്കെ രംഗത്തേക്ക് വന്നപ്പോൾ പെൺകുട്ടികളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ സ്പോർട്സ് രംഗത്തേക്ക് അധികമായി വരാത്തത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല, നമ്മുടെ മക്കൾക്കൊക്കെ കഴിവുണ്ട്. പക്ഷെ നാം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ ആരെയും കുറ്റപ്പെടുത്തുന്ന നമ്മുടെ സിസ്റ്റത്തിന്റെ തന്നെ മാറ്റം ഇനി നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ യൂണിഫോമിൽ മാറ്റം വരുത്തണം, കുട്ടികളുടെ വേഷവിധാനങ്ങളിൽ മാറ്റം വരണം. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷയായി. സ്ത്രീയും നിയമവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ജാസ്മിൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നഗരസഭയുടെ സ്വച്ഛ് സർവേഷൻ അംബാസഡർ കാഞ്ചനമാല, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനീഷ ഉള്ളാട്ടിൽ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭാവന വിനോദ്, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിപാടിയോടനുബന്ധിച്ച് മെൻസ്ട്രുവൽ കപ്പ് വിതരണം, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.